കർത്താവിന്റെ ദാസന്റെ പ്രിയ സഹോദരൻ സ്തോത്രം. ഞാൻ ആവർത്തിച്ചുകളെ ഓർപ്പിച്ചതുപോലെ പഴയ നിയമം ചെയ്യുക ചെയ്യരുത് ചെയ്യുക ചെയ്യരുത് എന്ന് പറയുമ്പോൾ പുതിയ നിയമം ആയിത്തീരുക എന്നാണ് നമ്മോട് പറയുന്നത്. സ്തോത്രം. പുതിയ നിയമത്തിൽ ആരാധന എന്ന് പറയുന്നത് ഒരായിത്തീരലാണ്, ഒരു മുഴുജീവിതവുമാണ്. അതിൽ കുറഞ്ഞതൊന്നും ആരാധനയാകുന്നില്ല. പഴയ നിയമത്തിൽ ചടങ്ങിന്റെ ആരാധന ഉണ്ടായിരുന്നു. പിതാക്കന്മാരും ആരാധനയും അവർക്ക് ഉള്ളത്. പഴയ നിയമത്തെ കുറിച്ച് അങ്ങനെ പറയുന്നു. ചടങ്ങ് ആരാധന പഴയ നിയമത്തിലായിരുന്നു. പുതിയ നിയമത്തിൽ വരുമ്പോൾ ചടങ്ങ് ആരാധനകളൊന്നുമില്ല. പിന്നെ വിശുദ്ധന്മാരുടെ കൂട്ടായ്മ, വിശുദ്ധ സഭായോഗമാണ് നമ്മുടെ ഇടയിലുള്ളത്, നമുക്കുള്ളത്. അതുകൊണ്ട് വിശുദ്ധ സഭായോഗമായി നമ്മൾ കൂടി വന്നിരിക്കുന്നു. നിങ്ങൾ അങ്ങനെ തന്നെ പറയുവാൻ ഉത്സാഹിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ വിശുദ്ധ സഭായോഗത്തിൽ എന്തൊക്കെ ഉണ്ടെന്ന് വേദപുസ്തകത്തിൽ പറയുന്നു. നിങ്ങളുടെ കൂടെ വരണേ സഹോദരങ്ങളെ. കാരണം ഇപ്പോൾ വന്ന ഈ പരിചിതമായതിനെ ഒക്കെ അത് എതിർക്കാനുള്ള ഒരു ടെൻഡൻസി പലരിലും പതിയെ കണ്ടുവരാറുണ്ട്. പറയുന്നത് മനസ്സിലായല്ലോ? സ്തോത്രം. People have a tendency to revolt against the orthodox. പരിചയിച്ചു വന്നതിനോടൊക്കെ പെട്ടെന്ന് അങ്ങ് എതിർക്കുന്ന ഒരു സ്വഭാവം പല ആളുകളിലും കണ്ടുവരുന്നുണ്ട്. മീൻസ് എല്ലാം അതുപോലെ അങ്ങ് പോയിക്കോണമെന്നൊന്നും ഞാൻ പറയത്തില്ലെങ്കിലും എല്ലാത്തിനും ഒരു കീഴ്വഴക്കവും ഒരു ക്രമവും ഒക്കെ ഉള്ളത് നല്ലതാണ്. അതുകൊണ്ട് നമ്മുടെ വിശുദ്ധ സഭായോഗത്തിൽ നമ്മൾ അനുവർത്തിച്ചു വരുന്ന ചില രീതികളുണ്ട്. ആ ചില രീതികൾ വെറുതെ ചുമ്മാ അങ്ങ് ഉണ്ടാക്കിയിരിക്കുന്നതൊന്നുമല്ല. ഞാനൊന്നുകൂടി അതൊന്ന് വ്യക്തമാക്കാം. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ എന്തൊക്കെയുണ്ടെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്, പുസ്തകത്തിലുണ്ട്. ഓരോരുത്തര് സങ്കീർത്തനമുണ്ട്, പിന്നെ പ്രബോധനമുണ്ട്, പിന്നെ ഉപദേശമുണ്ട്, പിന്നെ വേറെ പറയുന്നുണ്ട് ആത്മീയ ഗീതങ്ങളുണ്ട്, സ്തുതികളുണ്ട്, ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കണം, പ്രാർത്ഥനയുണ്ട്, സ്തോത്രകാഴ്ച പോലും ഉണ്ട്. ആഴ്ചവട്ടത്തിന് 1-ാം നാൾ തോറും ചരതിച്ച് വെച്ചോണം. വിശുദ്ധന്മാരെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ചരതിച്ച് വെച്ചോണം. അതുകൊണ്ട് അതുപോലെ തന്നെ അപ്പം നുറുക്കുന്നുണ്ട്, പിന്നെ കൂട്ടായ്മ ആചരിക്കുന്നുണ്ട്. ഈ കൂട്ടായ്മ ആചരിക്കലിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ സാക്ഷ്യങ്ങൾ. ഒരാൾ എഴുന്നേറ്റ് അവരുടെ ജീവിതാനുഭവങ്ങൾ മറ്റൊരുമായി പങ്കുവയ്ക്കുക, പ്രാർത്ഥന അപേക്ഷിക്കുക. ഞാൻ ഈ പറഞ്ഞതെല്ലാം വേദോസത്തിലുള്ള കാര്യമാണ്. ഇതെല്ലാം അനുസരിച്ചുള്ള ഒരു പ്രോഗ്രാം, അങ്ങനെ പറയാമല്ലോ, ഒരു പ്രോഗ്രാമാണ് നമ്മുടെ സഭാ കൂടിവരവുകളിൽ ക്രമീകരിച്ചിരിക്കുന്നത്. ഇനി ഇതിന് ഒരു ജൂവിഷ് ക്രിസ്ത്യൻ പശ്ചാത്തലവുമുണ്ട്. യഹൂദന്മാരുടെ ഇടയിൽ യെരുശലേമിലെ ദൈവാലയം ഒന്നേ ഉണ്ടായിരുന്നുള്ളെങ്കിലും യഹൂദന്മാർ എവിടെ ഒരു കൂട്ടമായി താമസിക്കുന്നുണ്ടോ, ഒരു 10 വീടൊരിടത്തുണ്ടെങ്കിൽ അവർക്ക് അവിടെ ഒരു സിനഗോഗ് ഉണ്ടായി. അതിനാണ് വേദപുസ്തകത്തിൽ നമ്മുടെ പുതിയ നിയമത്തിൽ കാണുന്നത് പള്ളി 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 എന്ന് പറയുന്ന എല്ലാം സിനഗോഗാണ്. പള്ളി എന്ന് പറയുന്നത് സിനഗോഗിൽ എന്നായിരുന്നു. അതാണ് യാക്കോബൻ ലേഖനമാണ് സിനഗോഗ് പശ്ചാത്തലത്തിലാണ് എഴുതിയിരിക്കുന്നത്. പുതിയ നിയമത്തിൽ ആദ്യം എഴുതിയ ലേഖനം എന്ന് പറയുന്നത്, ആദ്യം എഴുതിയ പുസ്തകം എന്ന് പറയുന്നത്, ലേഖനം മാത്രമല്ല പുസ്തകമാണ് തന്നെ. ആദ്യം എഴുതിയ പുസ്തകം എന്ന് പറയുന്നത് യാക്കോബിന്റെ ലേഖനമാണ്. സുവിശേഷങ്ങൾ എഴുതുന്നതിന് മുമ്പ് തന്നെ എഴുതിയതാണ് യാക്കോബിന്റെ ലേഖനം. അത് സിനഗോഗ് പശ്ചാത്തലത്തിലാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ പള്ളിയിൽ പൊന്മോതിരം വിട്ടുകൊണ്ടും ഒക്കെ വരുന്നവൻ എന്ന് പറയുന്നത്. പള്ളിയിൽ പിന്നെ പണക്കാരൻ വരുമ്പോഴും പാവപ്പെട്ടവൻ വരുമ്പോഴും പാവപ്പെട്ടവരുണ്ടാവുക മാറിയിരിക്കാൻ പറയുന്നു. ഇതെല്ലാം പള്ളിയിൽ, പള്ളി എന്ന് പറഞ്ഞാൽ ഗ്രീക്കിൽ സിനഗോഗിൽ എന്ന് തന്നെയാണ്. നമ്മള് കർത്താവിന്റെ ശുശ്രൂഷ സംബന്ധമായിട്ട് സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ അവൻ ശബത്തിൽ പള്ളിയിൽ ചെന്നു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം മൂലകൃതിയിലെ വാക്ക് സിനഗോഗിൽ ചെന്നു എന്നാണ്.
പള്ളി എന്ന് പറയുന്നത് സിനഗോഗിൽ എന്നാണ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട് സഹോദരങ്ങളെ. അപ്പോൾ സിനഗോഗ് പശ്ചാത്തലം, ഇനി സിനഗോഗിൽ നടന്ന നടപടികളെ സംബന്ധിച്ച് നമുക്ക് ചരിത്രത്തിൽ നിന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവരെ ഒരുമിച്ച് കൂടുകയും ന്യായപ്രമാണവും പ്രവാചക പുസ്തകങ്ങളും വായിക്കുകയും ചെയ്യുമായിരുന്നു. അവർ സങ്കീർത്തനങ്ങൾ ഒരുമിച്ച് പാടുമായിരുന്നു, ഒരുമിച്ചും ഗാനപ്രതിഗാനവുമായി പാടുമായിരുന്നു. നമ്മളിപ്പോ ചെയ്തതാണ് സങ്കീർത്തനങ്ങൾ ഗാനമായി. ന്യായപ്രമാണവും പ്രവാചക പുസ്തകങ്ങളും വായിക്കും, സങ്കീർത്തനങ്ങൾ ഗാനപ്രതികാരമായി പാടും, ഒരുമിച്ച് പാടും. സ്തോത്രം. അങ്ങനെ അത് അവരുടെ ഇടയിൽ അവരെ സിനഗോഗിൽ കൂടി വരുമ്പോൾ ചെയ്തിരുന്ന ഒരു കാര്യമാണ്. അതിനുശേഷം നമുക്കറിയാമല്ലോ, പൗലോസും ശീലാസും സിനഗോഗിൽ ചെന്ന് വലിച്ചെന്നിരുന്നപ്പോൾ ന്യായപ്രമാണവും പ്രവാചക പുസ്തകങ്ങളും വായിച്ചു കഴിഞ്ഞ ശേഷം സഹോദരന്മാരെ, നിങ്ങൾക്ക് വല്ല പ്രബോധനം ഉണ്ടെങ്കിൽ ജനത്തോട് പറയുകയും വായിച്ചിട്ടുണ്ടല്ലോ, പ്രബോധന പുസ്തകത്തിലുണ്ട്. അപ്പോൾ പ്രബോധനങ്ങൾ പറയുന്ന രീതി ഉണ്ടായിരുന്നു. അവരുടെ സമൂഹത്തിലുള്ള ആ സൊസൈറ്റിയിൽ, അവരുടെ കമ്മ്യൂണിറ്റിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരസ്യമായിട്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുന്ന രീതിയും അവരുടെ ഉണ്ടായിരുന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ സഹോദരങ്ങളെ? ഇത് സിനഗോഗിലെ അവരുടെ നടപടിക്രമങ്ങളിൽ ഉൾപ്പെട്ടതായിരുന്നു. എന്നാൽ ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് വിശുദ്ധ തിരുവെഴുത്തിൽ ഒരു സഭായോഗത്തിന്റെ ഒരു ചട്ടക്കൂട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. മനസ്സിലായ സഹോദരങ്ങളെ? അതുകൊണ്ട് ഇതെല്ലാം നമ്മുടെ സഭാ കൂടിവരവുകളിൽ ഉണ്ടായിരിക്കുന്നത് വളരെ യോഗ്യമാണ്. എന്നാൽ ഇന്ന് വന്ന് നമ്മുടെ പല സഭായോഗങ്ങളിലും സാക്ഷ്യം പറയുക എന്ന് പറയുന്നത് അങ്ങ് ഒഴിവാക്കി. അത് ഈ ദുരുപയോഗിക്കുന്നത് കൊണ്ട് ചെയ്ത ഒരു ക്രമീകരണമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. വെള്ളം കൊണ്ട് എഴുന്നേറ്റ് നിർത്തുകയല്ല, ഒരു സമയക്ലിപ്പുക ഇല്ലാതെ, പരിജ്ഞാനമില്ലാതെ അങ്ങ് നീട്ടിപ്പിടിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഒരു നിയന്ത്രണം വെക്കുവാൻ ശുശ്രൂഷകന്മാർ നിർബന്ധിതരായതാണ്. എന്നാൽ അത് പൂർണ്ണമായും ഒഴിവാക്കുന്ന സംവിധാനം അത്ര ആരോഗ്യകരമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന്റെ കൂടെ ഉണ്ടല്ലോ സഹോദരങ്ങളെ. അതുകൊണ്ട് കഴിവുണ്ടെങ്കിൽ നമ്മള് സമയത്തിന്റെ പരിമിതിയൊക്കെ പരിഗണിച്ച് ചുരുക്കം വാക്കുകളിൽ സാക്ഷ്യം പറയുന്നത് പ്രയോജനകരമാണ്. അത് നമ്മുടെ കൂട്ടായ്മയുടെ ഒരു ഭാഗമാണ്. ദീർഘമായി സംസാരിക്കരുത്. 1 മിനിറ്റോട് 2 പേർക്ക് തന്നെ സാക്ഷ്യം പറയാം. കേൾക്കുന്നുണ്ടേ? 1 മിനിറ്റിൽ 2 പേർക്ക് സാക്ഷ്യം പറയാം. 3 പേര് സാക്ഷ്യം പറഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. 300 പേരുള്ള ഒരു സഭ, ഏകദേശം 300 പേരുള്ള ഒരു സഭ തൃശ്ശൂരിലുണ്ടായിരുന്നു. ഞാൻ ചില വർഷം മുമ്പ് അവിടെ ഒരു ചില ദിവസങ്ങൾ സ്പെഷ്യലി ഓർഡർ ചെയ്തപ്പോൾ ചില ദിവസങ്ങളായിട്ട് നിരോധനം ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നു. വിശുദ്ധ സഭായോഗത്ത് കൂടിയപ്പോൾ ആ പാസ്റ്റ് വർഗീസ് പാസ്റ്റ് എന്ന് പറയും, അദ്ദേഹം എഴുന്നേറ്റ് അദ്ദേഹം പറഞ്ഞു, ഇന്ന് കർത്താവ് ദാസനോട് വന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ ഒരു കാര്യവും പറയണ്ട, സാക്ഷ്യവും പറയണ്ട, എല്ലാവരും സാക്ഷ്യം പറയണം. പക്ഷെ സാധാരണ നമ്മുടെ സാക്ഷ്യത്തിന് 45 മിനിറ്റ് എടുത്തും ഇന്ന് സാക്ഷ്യത്തിന് 25 മിനിറ്റേ ഉള്ളൂ. ആ 25 മിനിറ്റ് കൊണ്ട് അത്രയും പേരും പറഞ്ഞു. നിരനിരയായി അവർ എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞ ആഴ്ചയിൽ കുടുംബ ജീവിതത്തിൽ ഞാൻ എന്റെ ഭാര്യയോട് വളരെ കോപത്തോടെ സംസാരിക്കുകയും അവളെ ദുഃഖിപ്പിക്കുകയും ചെയ്തു. ഞാൻ അവളോട് പിന്നീട് പ്രാപിച്ചിട്ടുണ്ട്. അതിനുള്ള ജീവിതം, അതിനുള്ള സ്വഭാവം എന്റെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാണ് ദൈവവിളിക്ക് വേണ്ടി ഞാൻ നിങ്ങൾ എനിക്കൊരു പ്രാർത്ഥിക്കണം. മനസ്സിലായോ? വേറെ പറയും, കഴിഞ്ഞ ആഴ്ച കൃപയിൽ ജീവിപ്പാൻ ദൈവം എനിക്ക് സഹായിക്കും, തുടർന്നും ആദ്യ കൃപയിൽ നിലനിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഞാനിപ്പോ പറഞ്ഞതിന് ചില സെക്കൻഡുകളെ ആയുള്ളൂ. മനസ്സിലായോ? ഇങ്ങനെ പറഞ്ഞു അവർ 25 മിനിറ്റിനകം അത്രയും പേരും സാക്ഷ്യം പറഞ്ഞിരുന്നു. അതൊക്കെ പരിജ്ഞാനത്തോടെ ചെയ്യാൻ കഴിയുന്ന ഒന്നാണ്. അത് ഞാൻ പറഞ്ഞത് പല സഭകളിൽ ഇതൊക്കെ ഒഴിവാക്കാം. ഇപ്പോൾ സങ്കീർത്തനം പോലും വേണ്ട എന്ന് പറയുന്ന പല സഭകളുമുണ്ട്. നിങ്ങൾ ചിലപ്പോൾ കേട്ട് കാണുമായിരിക്കും. സങ്കീർത്തനമായതിനെ എതിർക്കുന്ന ശുശ്രൂഷകന്മാർ പോലും ഉണ്ടാകും. അത് അത്ര കണ്ട് ആശാസ്യമായ ഒരു കാര്യമാണെന്ന് എനിക്ക് ചിന്തയില്ല. അവരതിന് പറയുന്ന ന്യായമാണ് കൂടുതൽ ദുഃഖകരമായിരിക്കും. ഒരു ദിവസം സങ്കീർത്തനം വായിച്ചിരുന്നു വിചാരിച്ച് ആശിടിച്ചു വീഴുകയോ ഒന്നുമില്ല, സ്വർഗത്തിൽ പോകാതിരിക്കുകയോ ആ സഭാഗത്തിൽ അംഗീകരിച്ചെന്ന് പറയാനോ ഒന്നും അതുകൊണ്ട് കാരണമൊന്നുമില്ല. എങ്കിലും അതിന് പറയുന്ന കാരണമാണ് കൂടുതൽ ദുഃഖത്തിന് കാരണം. കേൾക്കുന്നുണ്ടല്ലോ? അവര് പറയുന്നത് പഴയ നിയമം വേണ്ട, പഴയ നിയമത്തിന്റെ ഭാഗമായിരുന്നു പഴയ നിയമം വേണ്ട. അത് ശരിയല്ല. പഴയ നിയമവും പുതിയ നിയമവും ചേർന്നാണ് വിശുദ്ധ തിരുവെഴുത്ത് പൂർണ്ണമാകുന്നത്. പഴയത് നിഴലും പുതിയത് വെറുതുമാണ്. അതിന്റെ വിഷയത്തിലേക്ക് ഞാനിപ്പോ കടക്കേണ്ട കാര്യമില്ലല്ലോ. സ്തോത്രം. കേൾക്കണേ? അപ്പോൾ
പഴയ നിയമത്തിന്റെ ഭാഗമായതുകൊണ്ട് സങ്കീർത്തനമായി ഒഴിവാക്കുന്നത് ഒരിക്കലും സ്വീകാര്യമായ ഒരു കാര്യമല്ല. ഈ വേറൊരു ന്യായം പറയുന്നത് ഈ 94 സങ്കീർത്തനം ഇങ്ങോട്ട് വായിച്ച പ്രതികാരത്തിന് ദൈവമേ 93 അല്ലേ, പ്രതികാരത്തിന് ദൈവമേ പ്രകാശിക്കേണ്ടതൊക്കെയാണ്. പ്രതികാരത്തിന് അവന്റെ മക്കളെ ഭാര്യ വിധവ്യമായി തീരട്ടെ, തങ്ങൾ ശൂര്യഭംഗങ്ങളെ വിട്ട് 94 തങ്ങൾ ശൂര്യഭംഗങ്ങളെ വിട്ട് ഇവിടെ നടക്കട്ടെ എന്നൊക്കെ ഇതൊക്കെ എഴുതിയിട്ട് ഇങ്ങനെ വായിക്കുന്നത്. സഹോദരങ്ങളെ, വിശുദ്ധ തിരുവെഴുത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, കേൾക്കണേ, ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യരിലൂടി ദൈവം മനുഷ്യനോട് സംസാരിക്കുക. ആ മനുഷ്യരെ നമുക്ക് തിരുവെഴുത്തിന്റെ പേജുകളിൽ നമ്മളെ പോലുള്ള മനുഷ്യരെ കാണാം. കേൾക്കുന്നുണ്ടല്ലോ. ഏലിയാവ് നമുക്ക് സമ സ്വഭാവമുള്ള നമ്മളെ പോലെയുള്ള ആളുകളെയാണ് തിരുവെഴുത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അവരവിടെ ഹൃദയം തുറന്ന് അവരങ്ങ് പറയുകയാണ്. കേൾക്കണേ, സ്തോത്രം. ഇത് അവന്റെ സ്വാഭാവികമായ അവന്റെ പ്രകൃതം അതാണെങ്കിലും അത് പറഞ്ഞേച്ച് അവിടെ വായിച്ച് നിർത്തരുത്. അത് ഒരു പശ്ചാത്തലമായി ഒരു ടെക്സ്റ്റായിട്ട് എടുത്തിട്ട് ദൈവമക്കളെ മുഴുവൻ കാൽവറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാം. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇതെന്ന് അറിയാൻ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ കർത്താവിന്റെ സ്നേഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാം. ഞാൻ പറയുന്നത് മനസ്സിലാന്ന് വിശ്വസിക്കട്ടെ. അതുകൊണ്ട് അതൊന്നും സങ്കീർത്തന വായന അപ്പാടെ ഒഴിവാക്കുന്നതിന് ന്യായമായ കാരണങ്ങളല്ല. അതൊക്കെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. സങ്കീർത്തനമുണ്ട്, സങ്കീർത്തനവും അതോടൊപ്പം പറഞ്ഞ ആത്മീയ ഗീതങ്ങളും പറയുന്നുണ്ട്. അതുകൊണ്ട് ആത്മീയ ഗീതങ്ങളാണ് അവരുടെ പാട്ട്. സ്തോത്രം. തിരുവെഴുത്തിലെ സങ്കീർത്തനങ്ങൾ അത് വായിക്കുന്നതും യോഗ്യമാണ്. അങ്ങനെ ഇതെല്ലാം ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു നടപടി ആയതുകൊണ്ട് സ്തോത്രം, വചനത്തിന്റെ ആധികാരികതയിൽ നമുക്കത് സ്വീകാര്യമാണ്. സ്തോത്രം. അപ്പോൾ ഇത് വിശുദ്ധ സഭായോഗമാണ്, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ വിശുദ്ധ സഭായോഗമാണെങ്കിൽ പിന്നെ ആരാധന എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള വിഷയമാണ് അല്പനേരം എനിക്ക് സംസാരിക്കുവാൻ താല്പര്യമുള്ളത്. സ്തോത്രം. എന്താണ് ആരാധന? സ്തോത്രം. വളരെ വിശദമായി സംസാരിക്കാൻ സാവകാശമില്ല. എങ്കിലും ഉള്ള സമയം കൊണ്ട് ആ പരിധിയിൽ നിന്നുകൊണ്ട് പ്രയോജനകരമായ ചില കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുവാൻ ആഗ്രഹിക്കുന്നു. ആധാരമായിരിക്കേണ്ടതിന് നമുക്ക് റോമാലേഖനം 12-ാമത്തെ അധ്യായം 1-2 വാക്യങ്ങൾ തന്നെ ഒന്ന് വായിക്കാം. റോമാലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ ഒന്ന് വായിച്ചാൽ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിലേക്ക് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കും. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും. വളരെ നന്ദി. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള മനപ്പാഠം അറിയാവുന്ന വാക്യങ്ങളാണ് വായിച്ചു കേട്ടത്. സഹോദരന്മാരെന്ന് പറയുമ്പോൾ സഹോദരിമാരും അതിനകത്തുണ്ട്. ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധന. ആ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ചു എന്നുള്ളത് 11 അധ്യായങ്ങളിൽ വിവരിച്ച കാര്യങ്ങളിലേക്കാണ് വെല്ലുചൂണ്ടുന്നത്. ദൈവത്തിന്റെ മനസ്സലിവ് എന്ന് പറയുന്നത് നിങ്ങളെ ഇവിടെ നല്ല യോഗ്യമായ ജോലി തന്ന് ഈ രാജ്യത്ത് കൊണ്ടുവന്നതല്ല. അത് മനസ്സലിവ് തന്നെയാ, പ്രധാനം അതല്ല. ദൈവത്തിന്റെ മനസ്സലിവിന്റെ ഏറ്റവും പ്രധാന കാര്യം ഓമന പുത്രനെ കാൽവറിൽ യാഗമായി ഏൽപ്പിച്ചു കൊടുത്ത് നമ്മെ പാപത്തിൽ വീണ്ടെടുത്തതാണ്. ആ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ എന്താണ് ബുദ്ധിയുള്ള ആരാധനയായി എന്ന് പറഞ്ഞ് വേദപുസ്തകത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾ പറഞ്ഞു തോന്നുന്നു, God does not tease any of the faculties he has given us. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു ഫാക്കൽറ്റിയും ടീസ് ചെയ്യുന്നില്ല. ദൈവം നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ടെങ്കിൽ ആ ബുദ്ധിയെ ടീസ് ചെയ്യത്തില്ല. സ്തോത്രം. ബുദ്ധിയുള്ള ആരാധന യുക്തിക്ക് നിരക്കുന്നതാണ് സകല ആത്മീക ശുശ്രൂഷകൾ. അതുകൊണ്ട് ബുദ്ധിയുള്ള ആരാധന, ന്യായമായ ആരാധന എന്ന് പറയുന്നത്, മേളിൽ പറഞ്ഞ പശ്ചാത്തലത്തിൽ ന്യായമായ ആരാധന എന്ന് പറയുന്നത് നിങ്ങളെ തന്നെ ദൈവത്തിന് യാഗമായി കൊടുക്കുന്നതാണ്. കാര്യമെന്താ? മേളിൽ കണ്ടത് കർത്താവ് തന്നെ നിങ്ങൾക്ക് വേണ്ടി യാഗമായി തന്നതാണ്. അതുകൊണ്ട് ന്യായമായുള്ള അതിന്റെ പ്രതികരണം എന്ന് പറയുന്നത് നിങ്ങളെ തന്നെ യാഗമായി അങ്ങ് കൊടുക്കുന്നതാണ്. അതാണ് ബുദ്ധിയുള്ള നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും
ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി ആരാധനയിൽ ശരീരവും സമർപ്പിക്കപ്പെടുന്നു. പല ആളുകളും പറയാറുണ്ട്, പുറമേ ഇരിക്കുന്നതൊന്നും പ്രധാനമല്ല, ആന്തരികം മാത്രമാണ് പ്രധാനമെന്ന്. കേൾക്കുന്നുണ്ടോ? ഞാൻ അകത്താരായിരിക്കുന്നുള്ള പ്രധാനം, പുറമേ ഉള്ളത് സ്തോത്രം പ്രധാനമല്ല എന്ന നിലയിൽ പലരും സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ അങ്ങനെയല്ല, അകവും പുറവും ദൈവത്തിന് പ്രധാനമാണ്. എല്ലാവരും എന്റെ കൂടെ ഉണ്ടേ? അകവും പുറവും പ്രധാനമാണ്. നമ്മുടെ ശരീരം എങ്ങനെയായിരിക്കുന്നു എന്നുള്ളത് ദൈവത്തിന് പ്രധാനമാണ്. കാരണം നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്. പരിശുദ്ധാത്മാവിന്റെ മന്ദിരമായി ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. നമ്മൾ നിസ്സാരന്മാരല്ല. സ്തോത്രം. നമ്മുടെ ശരീരം ദൈവത്തിന് പ്രധാനമാണ്. സ്തോത്രം. അതുകൊണ്ട് ആരാധനയിൽ നമ്മൾ നമ്മുടെ ശരീരങ്ങളെയും യാഗമായി സമർപ്പിക്കുകയാണ്. കൂടെ ഉണ്ടല്ലോ എല്ലാവരും? സ്തോത്രം. ഈ ആരാധനയായി നമ്മുടെ ശരീരങ്ങളെ സമർപ്പിക്കുന്നതിൽ സ്തോത്രം അതിന്റെ വിശേഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ ആയിരിക്കണം? ഒന്ന്, ജീവൻ. എന്താണ് ജീവൻ? അതിന് പല നിലകളിൽ വ്യാഖ്യാനം പറയാമെങ്കിലും സ്തോത്രം ജീവനുള്ള യാഗം. ജീവൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പറയുകയുണ്ടായി, മരണം എന്നാൽ വേർപാടെന്നും ജീവൻ എന്നാൽ കൂട്ടായ്മ എന്നുമാണ് അർത്ഥം. വേദപുസ്തകത്തിൽ മരണം എന്നാൽ അതിന്റെ അർത്ഥം വേർപാട്, ജീവൻ എന്നാൽ കൂട്ടായ്മ. അതുകൊണ്ടാണ് നിത്യജീവൻ യേശുക്രിസ്തു ഉണ്ടെന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു നിത്യമായ കൂട്ടായ്മയുണ്ടെന്നാണ്. നിത്യമായ കൂട്ടായ്മയുണ്ട്. സ്തോത്രം. അപ്പോൾ ജീവനുള്ള യാഗം എന്ന് പറഞ്ഞാൽ ദൈവത്തോട് വ്യക്തിപരമായ കൂട്ടായ്മ ബന്ധം അനുഭവിച്ചുകൊണ്ടുള്ള യാഗമാണ്. ഒന്നുകൂടെ വ്യക്തമാക്കാം. വായിച്ചാട്ട് യോഹന്നാന്റെ സുവിശേഷം 4:22 മുതൽ. John's Gospel chapter 4 verse 22 onwards. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. മതിയല്ലോ, നേരം പോകുന്നതുകൊണ്ട് അവിടെ കൊണ്ടങ്ങ് നിർത്താം. ഈ ലോകത്തിൽ നോക്കിയാൽ അറിയാത്തതിനെ നമസ്കരിക്കുന്ന ഒരു രീതി. സ്തോത്രം. ആളുകൾ പോയി കുമ്പിടുക, അങ്ങ് കുമ്പിടുക. എന്തിനു മുമ്പിലാണ് നീ കുമ്പിട്ടത്? ഒരിക്കൽ ഞാനോട് ചോദിച്ചു, എന്തിനു മുമ്പിലാണ് ഈ കുമ്പിട്ടത്? പുണ്യാളച്ചന്റെ മുമ്പിലാ. ആരാ പുണ്യാളച്ചൻ? ആരാ? ആ പുണ്യാളച്ചൻ അല്ല, ആരാ? അത് പുണ്യാളച്ചൻ നിങ്ങളെ അറിയാം. അതെങ്ങനെ പുണ്യാളത്തിന് എന്നെ അറിയുന്നു? അല്ല, നിങ്ങൾക്ക് പുണ്യാളത്തിന് എനിക്കെങ്ങനെ പുണ്യാളത്തിന് അറിയാം? അത് പുണ്യാളത്തിനാണെന്നറിയാം. അപ്പൊ നിനക്ക് അവനെ അറിയാമെങ്കിൽ അവൻ നിന്നെ അറിയാം. ഇതെന്നാ പരിപാടി? പിന്നെ നീ എന്തിനാ കുഞ്ഞെ അവിടെ കുമ്പിട്ടത്? കൂടുണ്ടോ എല്ലാരും? ഇതാണ് അറിയാത്തതിനെ നമസ്കരിക്കുന്നത്. കുമ്പിടുക. എന്തിന്റെ മുമ്പിലാണെന്ന് അറിഞ്ഞുകൂടാ, ആരുടെ മുമ്പിലാണെന്ന് അറിഞ്ഞുകൂടാ. സ്തോത്രം. എന്നാൽ പ്രിയമുള്ളവരെ, ഞാനിതിൽ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചു. ഗലാത്യർ എന്നൊരു വാക്യമുണ്ട്, 4-ാം അധ്യായത്തിൽ വായിച്ചല്ലോ. സ്തോത്രം. വിശേഷാൽ നിങ്ങൾ ദൈവത്തെ അറിഞ്ഞും ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കേ. ഹല്ലേലൂയ. വായിച്ചാലും 4:9. ഗലാത്യർ 4:9. മതിയല്ലോ. ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം. എന്തൊരു ബന്ധമാ ആ മ്യൂച്വൽ റിലേഷൻഷിപ്പ്. അതാണ് ജീവനുള്ള വേഗം പറഞ്ഞു പോവുക. ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ളയാണ്. നമ്മളായിരിക്കുന്നത് പോലെ നമ്മളെ അങ്ങോട്ട് കൊടുക്കുമ്പോൾ ദൈവം അതിനെ സ്വീകരിക്കണമെങ്കിൽ ഒന്നാമത് നമുക്ക് ദൈവവുമായി വ്യക്തിപരമായ ഒരു ബന്ധം ഉണ്ടാകണം. 2, നാം വിശുദ്ധിയുള്ളവരായി. എന്താണ് വിശുദ്ധി? ഞാൻ ശ്രദ്ധിക്കണേ. എന്താണ് വിശുദ്ധി? വേദപുസ്തകത്തിൽ 3 പദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് കാണാം. ശുദ്ധം, വിശുദ്ധം, പരിശുദ്ധം. ശുദ്ധം, വിശുദ്ധം, പരിശുദ്ധം. ശ്രദ്ധിക്കണേ. ഇംഗ്ലീഷിൽ എന്ത് ചെയ്യാൻ 3 വാക്കില്ല, പക്ഷെ മലയാളത്തിൽ 3 വാക്കുണ്ട്, ഗ്രീക്കിലും 3 വാക്കുണ്ട്. ഹഗ്നോസ്,
ഹാഗിയോസ് ഓസിയോസ്. വേഗം പറഞ്ഞു പോകാം. സ്തോത്രം. ഹഗ്നോസ് എന്ന് പറഞ്ഞാൽ ക്ലീൻ എന്നാണ് അർത്ഥം. വെടിപ്പുള്ളവർ, ശുദ്ധിയുള്ളവർ, വെടിപ്പുള്ളവർ. അതിന്റെ ഓപ്പോസിറ്റാണ് അശുദ്ധം. ബാക്കികളൊന്നും വായിച്ച് വേഗം കൂടെ പോകാമല്ലോ. യെഹെസ്കേൽ 44:23, എസേക്കിയേൽ 44:23, എസേക്കിയേൽ 44:23. അവൻ വിശുദ്ധമായതിനും സാമാന്യമായതിനും തമ്മിലുള്ള വ്യത്യാസം എന്റെ ജനത്തിന് ഉപദേശിച്ചു. മലിനമായതും നിർമ്മലമായതും അവരെ തിരിച്ചറിയുവാനാക്കണം. കണ്ടോ? വിശുദ്ധവും അടുത്തത് സാമാന്യം, മലിനം, നിർമ്മലം. കണ്ടേ? അപ്പോൾ ശുദ്ധം എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ആണ് അശുദ്ധം. എന്നാൽ വിശുദ്ധം എന്നതിന്റെ ഓപ്പോസിറ്റ് സാമാന്യം എന്നാണ്. എല്ലാവരും വിശുദ്ധം എന്നതിന്റെ എതിർപദം സാമാന്യം, സാമാന്യം, സാമാന്യം. എനിക്കൊരു വാക്കുകളൊന്ന് വായിച്ചു. ഒരു അത്ര എളുപ്പമല്ല മനസ്സിലാക്കാൻ. 1 ശമൂവേൽ 21:4. 1 ശമൂവേൽ 21:4. അതിന്റെ പുരോഹിതൻ ദാവീദിനോട്, വിശുദ്ധമായ അപ്പമല്ലാതെ സാമാന്യമായത് കൈവശമില്ല. വിശുദ്ധമായ അപ്പമല്ലാതെ അശുദ്ധമായതെന്നാണോ? സാമാന്യമായത്. അപ്പോൾ വിശുദ്ധം എന്നുള്ളതിന്റെ എതിർപദം എന്താണ്? സാമാന്യം, സാമാന്യം, സാമാന്യം. ശുദ്ധം എന്നതിന്റെ എതിർപദം അശുദ്ധം. ശുദ്ധം എന്നതിന്റെ എതിർപദം അശുദ്ധം. വിശുദ്ധം എന്നതിന്റെ എതിർപദം സാമാന്യം, സാമാന്യം. വായിച്ചു. യെഹെസ്കേൽ 42:20 വായിച്ചേ. 42:20. ഇങ്ങനെ അവൻ 4 പുറവും അളന്നു. വിശുദ്ധമായതും സാമാന്യമായതും തമ്മിൽ വേർതിരിപ്പാൻ തക്കവണ്ണം 500 മുഴം നീളത്തിലും 500 മുഴം വീതിയിലും ഒരു മതിൽ അതിന് ചുറ്റുമുണ്ടായിരുന്നു. കണ്ടോ? വിശുദ്ധമായതിനും ഓപ്പോസിറ്റ് എന്താ? സാമാന്യമായത്. അപ്പോൾ ശുദ്ധം എന്ന് പറഞ്ഞാൽ വെടിപ്പുള്ളത്, വിശുദ്ധം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സാമാന്യം എന്നാണ്. അപ്പോൾ വിശുദ്ധം എന്ന അർത്ഥമോ? വിശുദ്ധം എന്നാൽ ഒരു കാര്യത്തിനായി മാത്രം മാറ്റിവെച്ചു. എക്സ്ക്ലൂസീവ്ലി സെറ്റ് അപ്പാർട്ട് ഫോർ എ സിംഗിൾ കോസ്. ഒരു കാര്യത്തിനായി മാത്രം മാറ്റിവെക്കപ്പെട്ടത് എന്നാണ് അതിന്റെ അർത്ഥം. ഉണ്ടല്ലോ എല്ലാവരും. നമ്മൾ വിശുദ്ധന്മാരാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവത്തിനായി മാത്രം മാറ്റിവെക്കും. നിങ്ങൾ തിരുവെഴുത്ത് പരിശോധിച്ചാൽ ലേഖനങ്ങളെല്ലാം വിശുദ്ധന്മാർക്കാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ വിശുദ്ധന്മാരാണ്. ഞാൻ ഒരിക്കൽ ക്ലാസ് എടുത്തപ്പോൾ പണ്ടത് പറഞ്ഞു, ഞാനൊരു വിശുദ്ധനാണ്. അവൻ കൂട്ടിയിരുന്ന് ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കുന്നു. എനിക്ക് മനസ്സിലായി ഇതുമായി ബന്ധപ്പെട്ടാണെന്ന് മനസ്സിലായപ്പോൾ ചോദിച്ചു, ഇതുമായി ബന്ധപ്പെട്ടാണെങ്കിൽ പറയാം. ആദ്യം ഒന്നും പഠിച്ചിട്ടില്ല. എന്നാലും ഞങ്ങൾക്കും കൂടി കേൾക്കാൻ ഇതുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞാട്ടെന്ന് പറഞ്ഞപ്പോ ഒരാൾ പറഞ്ഞു, എന്നാ ഒരു രൂപക്കൂട് ഉണ്ടാക്കണമെന്നാ പറഞ്ഞു. ഇതോ നിൽക്കുന്നൊരു വിശുദ്ധനെ എവിടെ കയറി നിർത്തണം? നമ്മളുടെ വിചാരം മുഴുവൻ വിശുദ്ധൻ എവിടെ ഇരിക്കുന്ന ആളാ? രൂപക്കൂട്ടിരിക്കുന്ന. അങ്ങനല്ല. സ്തോത്രം. ലേഖനങ്ങൾ മുഴുവൻ വിശുദ്ധന്മാർക്ക് എഴുതിയിരിക്കുന്നതാണ്. വിശുദ്ധ സഭായോഗമാണിത്. വിശുദ്ധ സഭ എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിനായി മാത്രം മാറ്റിവെക്കപ്പെട്ടവരെന്നാണ് കൂടെ സഹോദരങ്ങളെ എല്ലാവരും. സ്തോത്രം. നമ്മൾ വിശുദ്ധന്മാരാണ്. വിശുദ്ധിയുള്ള യാഗമെന്ന് പറഞ്ഞാൽ ദൈവത്തിനായി മാത്രം നമ്മളെ മാറ്റിവെച്ചതെന്നാണ് അതിന്റെ അർത്ഥം. നമ്മൾ എന്ത് ചെയ്താലും ദൈവനാമത്തിന്റെ മഹത്വമായിരിക്കണം. എന്ത് ചെയ്താലും ദൈവത്തിന് മഹത്വം വരുത്താത്തതൊന്നും ഉണ്ടാകരുത്. അല്പം കൂടെ ഒന്ന് വിശദീകരിച്ചോട്ടെ, കൂടെ വരണേ പ്രിയമുള്ളവരെ. പലതും അതിൽ തന്നെ തിന്മയായിരിക്കയില്ല, എന്നാൽ അത് നമ്മെ സാമാന്യമായ നിലയിലേക്ക് തരം താറ്റുന്നുവെങ്കിൽ നമുക്കത് യോഗ്യമല്ല.
ഒന്നുകൂടെ പറയാം, പലതും അതിൽ തന്നെ തിന്മയായിരിക്കയില്ല, പക്ഷേ അത് നമ്മെ സാമാന്യമായതിലേക്ക് തരം താഴ്ത്തുന്നുവെങ്കിൽ അത് നമുക്ക് യോഗ്യമല്ല. We are someone separated, someone above the ordinary. ഇല്ലെങ്കിൽ എന്റെ കൂടെ ഉണ്ടോ? നമ്മൾ സാധാരണക്കാരല്ല. We are above the ordinary. അതാണ് രണ്ടാം വാക്യത്തിലൂടെ പിന്നെ പറയുന്നുണ്ട്, ഈ ലോകത്തിന് അനുരൂപർ. ലോകത്തിന്റെ സ്റ്റാൻഡേർഡിൽ നിന്നും വ്യത്യസ്തമായ ഒരു സ്റ്റാൻഡേർഡ് നമുക്കുണ്ട്. പലപ്പോഴും ലോകത്തിന് മുമ്പിൽ ഉന്നതമായത് ദൈവത്തിന് മുൻപാകെ അറപ്പാണ്. എല്ലാവരും എന്റെ കൂടെ ഉണ്ടേ? ലോകത്തിന് മുമ്പിൽ ഉന്നതമായത് പലപ്പോഴും ദൈവ മുൻപാകെ അറപ്പാണ് എന്ന് നമ്മൾ മറന്നു പോകരുത്. സ്തോത്രം. പ്രിയമുള്ളവരെ, അതുകൊണ്ട് we are not to conform to the ways of the world. We have to stand above the ordinary. വായിച്ചു ലൂക്കോസ് 16:15. അവൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളെ തന്നെ മനുഷ്യരുടെ മുൻപാകെ നീതീകരിക്കുന്നവരാകുന്നു. ദൈവമോ നിങ്ങളുടെ ഹൃദയം അറിയുന്നു. മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായത് ദൈവത്തിന് മുൻപാകെ നിന്യമത്രേ. കേട്ടോ, അറപ്പത്രേ. മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായത് ദൈവത്തിന് മുൻപാകെ നമ്മള് ലോകത്തിന്റെ സ്റ്റാൻഡേർഡിനനുസരിച്ചല്ല ഒന്നിനെയും വളക്കണം. വചനത്തിന്റെ സ്റ്റാൻഡേർഡിൽ, ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിൽ വേണം വളക്കാൻ. വിശുദ്ധന്മാരാണ്. ലോകത്തിന്റെ താല്പര്യം നമ്മളെ അവരോട് ഒരുമിച്ച് കൂട്ടുക എന്നുള്ളതാണ്. വലിയൊരു വിഷയത്തിന്റെ ഫോണിൽ ഞാൻ തൊട്ടിരിക്കുകയാണ്. വിശദീകരണം കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. സമയം വരുത്തിയിൽ ഞാൻ വാക്ക് നിർത്തും. നിങ്ങളുടെ കൂടെ വരണേ പ്ലീസ്. ശിംശോനെ കുറിച്ച് ഫെലിസ്ത്യരുടെ മിനിമം പരിപാടി ആഗ്രഹം ശേഷം മനുഷ്യനെ പോലെ ആക്കി കിട്ടുകാതെ. ഇടയ്ക്കിടയ്ക്കെല്ലാം അവൻ പറയുമായിരുന്നു, 7 മീൻസ് എന്റെ 7 ജഡ പാവിൽ ചേർത്ത് നെയ്താൽ എന്റെ ശക്തി ക്ഷയിച്ച ഞാൻ ശേഷം, എപ്പോഴും അവൻ പറയും ശേഷം മനുഷ്യനെ പോലെ. ഫെലിസ്ത്യരുടെ ആഗ്രഹം അതേ ഉള്ളൂ. എന്ത് വേണം? ഇവനെ ശേഷം മനുഷ്യനെ പോലെ ആക്കി കിട്ടണം. അവരെ പോലെ ശേഷം മനുഷ്യനെ പോലെ ആക്കിയിട്ടാ ബാക്കി അവർ കൈകാര്യം ചെയ്തോളൂ. നമ്മുടെ വിശേഷത കളഞ്ഞു കുളിക്കരുത്. ഇതിനും കൂടെ ശേഷം മനുഷ്യരെ പോലെ ആകരുത്. ശേഷം മനുഷ്യരെ പോലെ ആയാൽ നാം ഓർഡിനറിയായി. സ്തോത്രം. നാം വിശുദ്ധി നഷ്ടപ്പെടുത്തി. നിങ്ങൾക്ക് വ്യക്തമാകുന്ന വിശുദ്ധി ഒരു കാര്യത്തിനായി മാത്രം മാറ്റിവെക്കപ്പെട്ടതാണ്. കൂടുതൽ ഞാൻ വിശദീകരിക്കാം. യേശുക്രിസ്തു തന്നെ വിശുദ്ധീകരിച്ചു എന്നതിന് എഴുത്തുണ്ട്. കേൾക്കണേ, നമ്മൾ വിശുദ്ധീകരിക്കാന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് അഴുക്ക് കളയുക എന്നേ അല്ലേ ഉള്ളൂ. എന്നാൽ വിശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ അഴുക്ക് കളയുക എന്നല്ല അതിനർത്ഥം, അത് ശുദ്ധീകരിക്കുക എന്നാണ്. വാക്യം വായിച്ചാലേ യോഹന്നാൻ 17:19. ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 17 verse 19. അവൻ തന്നോട് ചോദിപ്പാൻ ആഗ്രഹിക്കുന്നത് ഒന്നുകൂടി 17:19. അവരിൽ സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ ആകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. കണ്ടോ, ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ അഴുക്ക് കളയുക എന്നാണെങ്കിൽ കർത്താവിനെ കളയാൻ അഴുക്ക് വല്ലതും ഉണ്ടായിരുന്നോ? ഇല്ല.
അപ്പൊ വിശുദ്ധീകരിക്കാന്ന് പറയാൻ എന്റെ അർത്ഥം ഒരു കാര്യത്തിനായി മാത്രം മാറ്റി വെക്കുക എന്നാണ്. സ്തോത്രം. പുസ്തകത്തിൽ നിന്നുള്ള ഒരു സാദൃശ്യം ഞാൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വ്യക്തമാക്കാം. യേശു കർത്താവിന്റെ ആളത്വത്തെയും ശുശ്രൂഷയും വിശദീകരിക്കുവാൻ തിരുവിടത്തിൽ അനേക സിമിലേസ്, അനേക നിഴലുകൾ, അനാലജീസ് ഉപയോഗിച്ചിട്ടുണ്ട്, അനേക സാദൃശ്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. യേശുക്രിസ്തുവിന്റെ ആത്മമണവാളനായി ചിത്രീകരിച്ചിട്ടുണ്ട്. അതുപോലെ യേശുക്രിസ്തുവിനെ പെസഹ കുഞ്ഞാടായി ചിത്രീകരിച്ചിട്ടുണ്ട്. 1 കൊരിന്ത്യർ 5:7 നമ്മളെ പെസഹ കുഞ്ഞാട്. അപ്പോൾ യേശുക്രിസ്തു പെസഹ കുഞ്ഞാട്, യേശുക്രിസ്തു നിഴലായിട്ട് പെസഹ കുഞ്ഞാട്. പെസഹ കുഞ്ഞാട് മിസ്രയീമിൽ ആബീബ് മാസം വന്ന 1-ാം മാസം 10-ാം തീയതി എല്ലാ ഇസ്രായേലി വീട്ടുകാരും ഓരോ ആടിനെ മാറ്റിക്കെട്ടണം. ഓരോ ആടിനെ മാറ്റിക്കെട്ടി 4 ദിവസം ആടിനെ മാറ്റിക്കെട്ടിയിരിക്കണം. അതിന്റെ കൂടെ പിറന്ന ആടുകൾ തള്ളയുടെ വാലും കുടിച്ച് പുല്ലും നിന്ന് ഉള്ളിച്ചാടി നടക്കുമ്പോൾ ഈ ആടിനെ കുറ്റിച്ചോട്ടി കെട്ടിവെച്ചേക്കുക. ആരെങ്കിലും ചോദിച്ചതേക്കട്ടെ, എന്തിനാ ഇങ്ങനെ കെട്ടിവെച്ചേക്കുന്ന മറുപടി, ഇതിനെ കൊല്ലാനായി മാറ്റി നിർത്തിയിരിക്കുക. ആ മാറ്റി നിർത്താൻ 4 ദിവസം നീണ്ടു. 4-ാം ദിവസം സൽഫീൽ ആടിനെ അറുത്തു. ഇതൊരു നിഴലാണ്. സ്തോത്രം. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ തന്നെ, ലോകസ്ഥാപനം മുതൽ തന്നെ മനുഷ്യവർഗത്തിന് പാപപരിഹാരത്തിന് വേണ്ടി പ്രായശ്ചിത്ത ബലിയാകുവാൻ സാക്ഷാൽ പെസഹ കുഞ്ഞാടായ ദൈവപുത്രൻ തന്നെ മാറ്റി നിർത്തുകയായി. ശ്രദ്ധിക്കണേ, ആ മാറി നിൽപ്പ് 4000 വർഷം നീണ്ടു. 1000 സംവത്സരം ഒരു ദിവസം എന്ന കണക്കിൻ പ്രകാരം 4 ദിവസം. ഇവിടെ നിഴലായ ആട് 4 ദിവസം മാറി നിന്നപ്പോൾ ഉരുളായ കുഞ്ഞാടും 4 ദിവസം, ദൈവത്തിന്റെ കണക്കിലെ 4 ദിവസം, മനുഷ്യന്റെ കണക്കിലെ 4000 വർഷം മാറി നിൽക്കുകയും. സ്തോത്രം. ഈ ആടിനെ മാറ്റിക്കെട്ടിയിരുന്നത്, സ്തോത്രം, ഒരു കാര്യത്തിനായി മാറ്റിക്കെട്ടി നിർത്തിയിരുന്നത് പോലെ പുത്രൻ തമ്പുരാൻ തന്നെ യാഗമാകുവാൻ മാറി. സ്തോത്രം. ആ സമയം എന്റെ കർത്താവ് പറയുകയാണ്, ഞാൻ ഇവർക്ക് വേണ്ടി എന്നെ തന്നെ മാറ്റി നിർത്തിയിരിക്കുന്നു. എന്റെ സഹോദരൻ എന്നതായി പറയുന്നു. ഞാൻ ഒന്നുകൂടെ വിശദീകരിക്കാം. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് എൻ്റെ അയൽവക്കത്തുള്ള ഒരു ഹിന്ദു സഹോദരൻ, നല്ല ബുദ്ധിമാനും ചിന്തകനും വളരെ വിശാലമായി വായിക്കുന്നവരുമായി. അദ്ദേഹം ഞങ്ങൾ ഒരുമിച്ചാണ് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി ഒരു 1.5 കിലോമീറ്റർ എന്നും നടക്കുന്നത്. നടന്നു പോകുമ്പോഴും അല്ലാത്ത സമയത്തൊക്കെ ഞാൻ അവനോട് ആത്മീയ വിഷയങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുമായിരുന്നു. അതൊരു ഓപ്പൺ ഹാർട്ടഡ് മാൻ. നമ്മൾ വേദോത്സവമൊക്കെ വായിച്ചിട്ടുണ്ട്, ബൈബിൾ മുഴുവനും വായിച്ചിട്ടുണ്ട്. അവനോട് ഇങ്ങനെ സുവിശേഷം പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ദൈവത്തിന്റെ കാര്യപരിപാടിയിൽ ആദ്യം മുതലേ മനുഷ്യന്റെ വീണ്ടെടുപ്പ് എന്നുള്ളതായിരുന്നു ദൈവത്തിന്റെ ഹൃദയത്തിന്റെ കാര്യപരിപാടി എന്നുള്ള ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് ഞാൻ ഒരു ദിവസം അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു, യേശുക്രിസ്തുവിന്റെ കാൽവരിബലിയുമായി ബന്ധപ്പെടാത്തതൊന്നും വിശുദ്ധ തിരുവെഴുത്തിലില്ല. പഴയ നിയമത്തിലായാലും നിങ്ങൾ എടുത്തു നോക്കൂ, യേശുക്രിസ്തുവിന്റെ കാൽവരിബലിയുമായി ബന്ധപ്പെടാത്തതൊന്നുമില്ല. അതിങ്ങനെ പറഞ്ഞപ്പോൾ അവനെ അതങ്ങനെ തന്നെ ആവാൻ ചോദിച്ചാൽ പറഞ്ഞത് അങ്ങനെ തന്നെ അവനെ അതുമായി ഒരു നിലയിലും ബന്ധമില്ല എന്ന് ചിന്തിക്കാൻ കഴിയുന്ന ചില കാര്യങ്ങളൊക്കെ അവനിങ്ങനെ എന്നോട് ചോദിച്ചപ്പോൾ ദൈവം എനിക്കത് വലിയൊരു കൃപ തന്നു. അവൻ ചോദിച്ചത് ഞാൻ ചിന്തിച്ചിട്ടില്ലാത്ത ചില കാര്യമൊക്കെ അവൻ ചോദിച്ചെങ്കിലും ദൈവം പെട്ടെന്ന് തന്നെ ബുദ്ധിയിൽ പ്രകാശനം തരികയും അത് എങ്ങനെ കാൽവരിയുമായി ബന്ധപ്പെട്ടിരിക്കണമെന്ന് ഞാൻ ഇവനോട് വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തു. അവൻ ചോദിച്ചു 3-4 ചോദിച്ചത് എല്ലാം ഞാൻ അങ്ങനെ വിശദീകരിച്ചു കൊടുത്തപ്പോൾ ഒരു ബന്ധവും ഇല്ലായിരിക്കുമെന്ന് വിചാരിച്ചതാണ് പറഞ്ഞു വരുമ്പോ കാൽവരിയുമായിട്ട് ബന്ധം. ഞങ്ങളിങ്ങനെ നടന്നു പോരുക, സൈഡ് ബൈ സൈഡ് ഇങ്ങനെ നടന്നു പോരുക പോകുമ്പോ അങ്ങനെ പറഞ്ഞപ്പോ ഒടുവിലത്തേലും കാൽവരിയുമായി ബന്ധമുള്ളതാണെന്നുള്ള വിശദീകരിച്ച് കഴിഞ്ഞപ്പോ ഞാൻ ഓർക്കുന്നുണ്ട് അവൻ നേരെ മുമ്പോട്ടേക്ക് കയറിയിരുന്നു. എന്നിട്ട് എന്നോട്, അപ്പോ നിങ്ങളുടെ ദൈവത്തിന് തുടക്കം മുതൽ ഈ ഒറ്റ ചിന്തയുള്ളായിരുന്നുള്ളൂ ചോദിച്ചു. മനസ്സിലാവുന്നു? അപ്പൊ ദൈവത്തിന് ഈ ഒറ്റ ചിന്തയുണ്ടായിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞു ഉണ്ടായിരുന്നുള്ളൂ. മനസ്സിലാവുന്നു? അതെ, ആ ഒരു കാര്യത്തിനായി പുത്രൻ തമ്പുരാൻ മാറി നിൽക്കുക. സ്തോത്രം. ഏത് കാര്യമെടുത്താലും, പ്രധാനപ്പെട്ട ഏത് കാര്യം എടുത്താലും കാൽവരിയുമായിട്ടെന്നെ ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എന്നെ തന്നെ ഈ ഒരു കാര്യത്തിനായി എന്ത് ചെയ്തിരിക്കുക, മാറ്റി വെച്ചിരിക്കുക.
ഇതാണ് പറയുന്നത്, ഞാൻ ഇവർക്ക് വേണ്ടി എന്നെ തന്നെ എന്തിനാ ഇവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാകേണ്ടതിന്. I sanctify myself for them so that they too may be truly sanctified for me. ഞാൻ നിങ്ങളോട് ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു, എനിക്ക് വേണ്ടി ദൈവം എന്നല്ല, ദൈവത്തിന് വേണ്ടി ഞാൻ എന്നാണ് പറയുന്നത്. ഞാൻ എന്നെ തന്നെ എന്റെ കർത്താവിനായി കൊടുക്കുന്നു. അതാണ് വിശുദ്ധീകരണം. കൂടുതൽ വിശദീകരിക്കാം. മൂന്നാമത്തെ വാക്ക് പരിശുദ്ധൻ എന്നുള്ളതാണ്. പരിശുദ്ധൻ എന്നാൽ ഹോസിയോസ് എന്നാണ് ഗ്രീക്ക്. ഹോസിയോസ് ദൈവത്തിനു മാത്രമുള്ള ഗുണവിശേഷമാണ് പരിശുദ്ധൻ എന്നുള്ളത്. നിങ്ങൾ വേദോസ്തവം അരിച്ചു വെച്ച് പരിശോധിച്ചോളൂ. ദൈവത്തെക്കുറിച്ച് മാത്രമേ പരിശുദ്ധൻ എന്ന് ഉപയോഗിച്ചിട്ടുള്ളൂ. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം മുതലെടുത്താട്ടെ, അവിടെ നമുക്ക് കാണാൻ കഴിയും. വെളിപ്പാട് പുസ്തകം 15-ാം അധ്യായം 4-ാം വാക്യം, 15-4 വെച്ചാണ്. കർത്താവേ, ആർ നിന്റെ നാമത്തെ ഭയപ്പെടാതെയും മഹത്വപ്പെടുത്താതെയും ഇരിക്കും? നീയല്ലോ ഏക പരിശുദ്ധൻ. താങ്ക് യു. നീയല്ലോ ഏക പരിശുദ്ധൻ. നിങ്ങൾ വേദോസ്തവം ഞാൻ പറഞ്ഞില്ലേ, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ അരിച്ചു നോക്കാം. ദൈവത്തെ കുറിച്ച് മാത്രമേ പരിശുദ്ധൻ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ. ഹോസിയോസ്. എന്താണ് പരിശുദ്ധി? ഞാൻ പറഞ്ഞത് ദൈവത്തിന്റെ മാത്രമുള്ള ഗുണവിശേഷമാണ് പരിശുദ്ധി. വിശുദ്ധി എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിനായി മാത്രം മാറ്റിവെക്കപ്പെട്ടതാണെങ്കിൽ ആ മാറ്റിവെക്കപ്പെട്ട അവസ്ഥയ്ക്ക് മാറ്റം വന്നാൽ വിശുദ്ധി നഷ്ടപ്പെടും. ഒരു കാര്യത്തിനായി മാത്രം മാറ്റിവെച്ചിരിക്കുന്നു, ആ ഒരു കാര്യത്തിനായി മാത്രം മാറ്റിവെച്ചിരിക്കുന്ന അവസ്ഥ മാറിപ്പോയാൽ പിന്നെ അത് വിശുദ്ധമല്ല. ശരിയല്ലേ? സാമാന്യമായ വിശുദ്ധമല്ല. അങ്ങനെ വിശുദ്ധി നഷ്ടപ്പെടാവുന്നതാണ്. വേർപാട് കൊണ്ട് നിലനിൽക്കുന്നതാണ് വിശുദ്ധി. എന്നാൽ പരിശുദ്ധി അങ്ങനെയല്ല. നഷ്ടപ്പെടാൻ കഴിയാത്ത ദൈവിക പ്രഭാവമാണ് ഇൻവയലബിൾ ഹോളിനെസ് ഓഫ് ഗാഡ്. വിശുദ്ധി എന്ന് പറയുന്നത് സെപ്പറേഷൻ, മാറ്റി നിർത്തപ്പെടുന്നത് കൊണ്ട്, വേർപാട് കൊണ്ട് നിലനിൽക്കുന്നതാണെങ്കിൽ പരിശുദ്ധി വേർപാട് കൊണ്ട് നിലനിൽക്കുന്നതല്ല. ദൈവം ദൈവമായിരിക്കുന്നത് കൊണ്ടുള്ള ദൈവിക സ്വഭാവമാണ് പരിശുദ്ധി. പരിശുദ്ധൻ പറഞ്ഞത് മനസ്സിലായല്ലോ. ഒരു ഉദാഹരണം പറയാം. ന്യായപ്രമാണ പ്രകാരം ഒരു കുഷ്ഠരോഗി എപ്പോഴും അശുദ്ധൻ 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 എന്ന് പറഞ്ഞുകൊണ്ട് നടക്കണം. എന്തിനാണെന്നറിയാമോ? ശുദ്ധിയുള്ള ഒരാൾ അവനോട് അടുത്ത് വന്നു പോയാൽ അവൻ അശുദ്ധനാണ്. അപ്പൊ ശുദ്ധിയുള്ള ഒരാൾ കുഷ്ഠരോഗിയുമായി അശുദ്ധനുമായി അടുത്തു വന്നു പോയാൽ അവന്റെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഇവരിങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടാക്കണം. അതുകൊണ്ട് വേർപാട്, അശുദ്ധനിൽ നിന്ന് വിശുദ്ധൻ വേർപാട് പാലിച്ചോണം, അല്ലെങ്കിൽ വിശുദ്ധി നഷ്ടപ്പെട്ടു പോകും. പ്രിയമുള്ളവരെ, എന്നാൽ എന്റെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഭൂമിയിൽ ശുശ്രൂഷിച്ചിരുന്നപ്പോൾ ഒരു കുഷ്ഠരോഗിയെ ചെന്ന് തൊട്ടു. ഒരു തല്ല് പറയുന്ന ആശ്ലേഷിച്ചതാണ്. കുഷ്ഠരോഗിയെ ആശ്ലേഷിച്ചപ്പോൾ യേശു അശുദ്ധനായില്ല, കുഷ്ഠരോഗി ശുദ്ധനായി. അതാണ് പരിശുദ്ധി. എന്റെ ദൈവം പരിശുദ്ധനാണ്. ദൈവം മാത്രം പരിശുദ്ധൻ. നമ്മൾ വിശുദ്ധന്മാരായതുകൊണ്ടാണ് നമ്മൾ വേർപാട് കാണിച്ചു കൊള്ളേണ്ടത്. വേർപാടിന്റെ അതിർ ലംഘിച്ചാൽ വിശുദ്ധി നഷ്ടപ്പെടും. കാര്യം നമ്മൾ പരിശുദ്ധന്മാരല്ല. ഞാൻ പറയുന്നത് വ്യക്തമായിട്ട് വിശ്വസിക്കുന്നു. അയ്യോ, സങ്കടമുണ്ട്. വേദപുസ്തകം വ്യക്തമായിട്ട് ഇതെല്ലാം പറഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ ചില സഹോദരങ്ങൾ കാണുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. എനിക്ക് ഞാൻ പേരെടുത്ത് പറയുന്നതുകൊണ്ട് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും തോന്നുന്നു. നമ്മുടെ ചില ക്രൈസ്തവ സമൂഹത്തിൽ തന്നെയുള്ള ചില സഭാവിഭാഗങ്ങൾ അവരുടെ മേൽപ്പെട്ടക്കാരെ വാഴിക്കുമ്പോൾ, ഒരു വലിയ നേതൃസ്ഥാനത്തുള്ള ശുശ്രൂഷകന്മാരെ നിയമിക്കുമ്പോൾ, അതിന് ശുശ്രൂഷയുടെ ഏറ്റവും ഒടുവിലത്തെ ഭാഗം എന്ന് പറയുന്നത് അദ്ദേഹത്തെ ഒരു കസേരയിൽ ഇരുത്തി
മേൽപ്പെട്ടക്കാർ വന്ന് ആ കസേര എടുത്ത് ഹോസിയോസ് 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 എന്ന് 3 പ്രാവശ്യം വീശി. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയെ പരിശുദ്ധ വാവ എന്നൊക്കെ വിളിക്കും. ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. ദൈവത്തിന് മാത്രമുള്ള വിശേഷണമാണ്. മർത്തോമാ സഭ അങ്ങനെ ചെയ്യുകയില്ലായിരുന്നു. എന്നാൽ ഈ അടുത്ത് കഴിഞ്ഞ 2 പ്രാവശ്യത്തെ മെത്രാൻ വാഴിക്കലിലും അവരത് ചെയ്തു. മറ്റവരോട് അവർ കൂടുകയാണ്. ദയവ് ചെയ്ത് നമ്മളാരും അതിനകത്തോടൊന്നും ഒരു പങ്കാളിത്തത്തിനും പോകരുത്. ദൈവ സ്വഭാവത്തെ ചോദ്യം ചെയ്യുന്നത് പോലുള്ള നടപടികൾ എന്റെ മനസ്സ് വളരെ വിഷമമുള്ള സഹോദരൻ. കാലം കടന്നു പോകുമ്പോൾ അറിയാതെ സത്യത്തിൽ നിന്ന് ജനം വ്യതിരിച്ചു പോകും. പരിശുദ്ധൻ എന്നത് ദൈവത്തിന്റെ മാത്രം ഗുണവിശേഷമാണ്. ഒരിക്കലും പ്രമാണം തെറ്റിക്കരുത്. നമ്മൾ വിശുദ്ധന്മാരാണ്. ദൈവം മാത്രമേ പരിശുദ്ധനുള്ളൂ. അതുകൊണ്ട് നാം വേർപാട് പാലിച്ചു കൊള്ളണം. ജീവനും വിശുദ്ധി ഇതുണ്ടെങ്കിലേ ദൈവത്തിന്റെ പ്രസാദമാകും. God does not want an important place in your life. God wants the sole authority of your life. ദൈവത്തിന് നമ്മുടെ വീട്ടിലെ ഏറ്റവും മുന്തിയ കസേര പോരാ. ദൈവത്തിന് വേണ്ടത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാം എന്നുള്ള സ്ഥാനമാണ്. ഞാൻ ഈ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? വേറാരുമായും പങ്കുവയ്ക്കപ്പെടാത്ത ഒരു ബന്ധം. അതാണ് ലൂക്കോസിന്റെ സുവിശേഷം 14:25 ബാക്കി മുതൽ വായിക്കുമ്പോൾ കഴിഞ്ഞ ഏതോ ഒരു യോഗത്തിൽ അത് വായിച്ചു കേൾപ്പിച്ചു. ഈ ഒരു പുരുഷാരം അവനോട് പോകുമ്പോൾ അവൻ അവരോട് ഗുരുവിന്റെ പിന്നാലെ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരനെയും സഹോദരിയെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്താൽ അവൻ എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ജീവനെക്കാളേറെ കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു എക്സ്ക്ലൂസീവ് റിലേഷൻഷിപ്പാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ആ ബന്ധമാണ് വിശുദ്ധി. വിശുദ്ധി അത് വിശുദ്ധിയിൽ തികഞ്ഞുകൊണ്ടിരിക്കണം. പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷൻ. കൂടെ ഉണ്ട് നിങ്ങളെല്ലാവരും. ഒരു നിമിഷം കൊണ്ട് സ്തോത്രം വിശുദ്ധിയിൽ തികയല്ല, പിന്നെ വിശുദ്ധിയിൽ നാം മുന്നേറിക്കൊണ്ടിരിക്കുക. അതാണ് വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നു, വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. നാം വിശുദ്ധിയിൽ വളരണം, വിശുദ്ധിയിൽ മുന്നേറണം. അഴുകിയവൻ ഇനി അഴി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനി അഴുക്കാടട്ടെ. അഴുക്കാടട്ടെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം let him revel in filth. ശരിയാ, വൃത്തികേടിൽ reveling, they enjoy the filth. എന്നാൽ നാം വിശുദ്ധൻ തന്നെ തന്നെ എന്ത് ചെയ്തോണം? വിശുദ്ധീകരിച്ചോണം. നമ്മുടെ വിശുദ്ധീകരണത്തിന് 2 ഉപാധികൾ, 2 ഭാഗങ്ങളുണ്ട്. വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ 2 ഭാഗങ്ങളാണ്. ഒന്ന് വേർപാട്, 2 പറ്റിച്ചേരൽ. കൂടുണ്ട് എല്ലാവരും. വേർപാടും പറ്റിച്ചേരലും. വേർപാടാണോ പറ്റിച്ചേരലാണോ കൂടുതൽ ബുദ്ധിമുട്ട്? വേർപാടാണ് ബുദ്ധിമുട്ട്. ഐ ഫീൽ ഇറ്റ്. ഒന്നുകൂടെ ആലോചിച്ച് നോക്കിയാൽ വേർപാടാ ശരി. പറയാൻ ഏറ്റവും വിഷമമുള്ള വാക്ക് ഏതാണെന്നറിയാമോ? നോ. ഏറ്റവും അടുപ്പമുള്ള വ്യക്തി, സ്തോത്രം, വളരെ സ്നേഹത്തോടെ പെർസുവേസീവ് എലക്വൻസോടുകൂടെ നമ്മളെ അവന്റെ കൂടെയുള്ള ഒരു കൊച്ചു കാര്യത്തിൽ ജോയിൻ ചെയ്യാനായി ക്ഷണിക്കുമ്പോൾ ഒരു വിശുദ്ധൻ എന്ന നിലയ്ക്ക്
നമുക്കത് യോഗ്യമല്ലെങ്കിൽ നോ എന്ന് പറയാൻ കഴിയണം. പക്ഷെ ആ പറയുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. പറയുന്നത് മനസ്സിലാവുന്ന വിശ്വസിക്കുന്നു. പക്ഷേ നോ എന്ന് പറയേണ്ടടുത്ത് നോ എന്ന് പറയാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ സ്തോത്രം, ദൈവം നമ്മളിൽ പ്രസാദിക്കുക. ഞാൻ മുമ്പേ എന്റെ ഒരു ഹിന്ദു സ്നേഹിതനെ കുറിച്ച് പറഞ്ഞല്ലോ. അവൻ എന്നോട് ഒരിക്കൽ ചോദിച്ചത്, തോമസേ നിങ്ങളുടെ പുസ്തകം കൊള്ളാൻ വരും, ഇതേ കുടുംബമായി ഇരുന്ന് എങ്ങനെയാണ് ഇതൊക്കെ ചില ഭാഗം വായിക്കുന്നതെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞേക്ക് മനസ്സിലായല്ലോ, ശരിയാണെന്ന് തോന്നുന്നു. വിശുദ്ധ തിരുവെഴുത്തിൽ മാരിറ്റൽ ഇൻഫിഡലിറ്റി, അതിനോടാണ് പലപ്പോഴും അഭക്തിയെ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. പാതിവൃത്യ ഭംഗം എന്ന ആ ആശയമാണ് ഭർത്താവിനോട് അന്യായം ചെയ്യുന്ന ഒരു ഭാര്യ എന്നുള്ള നിലയിൽ വായിച്ചിട്ടുണ്ടല്ലോ. ആവർത്തിച്ച് പറയുന്ന വാക്കുകളാണ്. വ്യഭിചാരിണികളായതും മറ്റും വിളിക്കുന്നത്. അങ്ങനെ വളരെ വളരെ വിശദീകരിച്ചിരിക്കുന്ന പല ഭാഗങ്ങളും നമുക്ക് കാണാൻ കഴിയും. സ്തോത്രം. എന്താണ് ഈ ഭാഗം ഒന്ന് വായിക്കാൻ? യാക്കോബ് ലേഖനം 4-4 വാക്യം. വ്യഭിചാരികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വം ആകുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? കേട്ടോ, താങ്ക് യു. എന്തോ വാക്കൊക്കെയാ പറയുന്നത്. വ്യഭിചാരിണികളായുള്ളവരെ, ഡിവൈഡഡ് ലോയൽറ്റി. ഒരുവനും ദൈവത്തെയും ലോകത്തെയും ഒരുമിച്ച് പ്രസാദിപ്പിക്കാൻ കഴിയില്ല. ഇന്ന് ദൈവസഭ ലോകത്തെയും ദൈവത്തെയും ഒരുമിച്ച് പ്രസാദിപ്പിക്കാൻ കിടന്ന് പാടുകയാണ്. ഇടുക്കുവാതിലുമുണ്ട്, വിശാലമായ വാതിലുമുണ്ട്. കർത്താവ് പറഞ്ഞു, ഇടുക്കുവാതിലുമുണ്ട്. ഭക്തനായ ഒരു ദേവദാസൻ കുറച്ച് നാളുമ്പോൾ ഞങ്ങൾ വ്യക്തിപരമായ സംഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇപ്പൊ മൂന്നാമതൊന്നും കൂടെ നമ്മളെല്ലാം കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു ഒതുക്കമുള്ള പള്ളി. ഇടുക്കത്തിന്റെ ഇടുക്കത്വമുണ്ട്, എന്നാ വിശാലതയുടെ ആ വിശാലതയുമുണ്ട്. തീരെ ചുരുക്കവുമല്ല, ഒത്തിരി അങ്ങ് കൂടുതലുമല്ല, ഒരു ഒതുക്കമുണ്ട്. അതാണ് ഏറെ അപകടം. വിശാലമായ വാതിലിനേക്കാൾ അപകടം ഇതാണ്. നിങ്ങളെല്ലാവരും എന്റെ കൂടെ ഉണ്ടോ? ദൈവത്തോടുള്ള സ്നേഹം, അതാണ് വിശുദ്ധി. ജീവനേക്കാളേറെ കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ബന്ധം. വേറെ പാടുകൊണ്ടാണ് വിശുദ്ധി നിലനിൽക്കുന്നത്. ഞാൻ ഒത്തിരി പുസ്തകത്തിൽ നിന്ന് ഒത്തിരി ഉദാഹരണങ്ങളൊക്കെ എടുത്ത് വിശദീകരിച്ചാൽ കൊള്ളാമെന്നുണ്ടെങ്കിലും ഞാൻ അതിനൊന്നും മുതിരുന്നില്ല. സമയം കുറവാണ്. എനിക്ക് വേറെ ഒത്തിരി കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞാൽ കൊള്ളാമെന്ന്. ഞാൻ അതുകൊണ്ട് മുമ്പോട്ട് പൊക്കോട്ടെ. അപ്പോൾ ജീവനും വിശുദ്ധിയും, ജീവൻ എന്ന് പറയുന്ന പറ്റുമാനമാണ്, കൂട്ടായ്മ ബന്ധമാണ്, ഊഷ്മള ബന്ധമാണ്, ആ ഹൃദ്യമായ ബാന്ധവം. ആ ഹൃദ്യമായ ബാന്ധവം ഉണ്ടെങ്കിൽ വിശുദ്ധി നിർബന്ധമായി ഉണ്ട്. രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ഒരു ഭൃത്യനും കഴിയുകയില്ല. സ്തോത്രം. നാം ദൈവത്തെയും മാമോരെയും ഒരുമിച്ച് സേവിക്കുവാൻ നമുക്ക് ലോക സ്നേഹത്തിലേക്ക് ദയവായി നമ്മൾ പിന്മാറരുത്. എക്സ്ക്ലൂസീവ് ലവ് റിലേഷൻഷിപ്പ് വിത്ത് the one who has loved us more than his own very life. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരാണ്. അർത്ഥം, ഞാൻ എന്നെ തന്നെ നിങ്ങൾക്കായി പൂർണ്ണമായി വേർതിരിച്ച് സമർപ്പിച്ചതുപോലെ നിങ്ങളും നിങ്ങളെ തന്നെ പൂർണ്ണമായി എനിക്കായി വേർതിരിച്ച് സമർപ്പിപ്പീ. വ്യക്തമായി ഞാൻ വിശ്വസിക്കട്ടെ.
അങ്ങനെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമാണ് ദൈവത്തിന്. ആ പ്രസാദമുള്ള യാഗമായി ഏൽപ്പിക്കുന്നതാണ് അപ്പോൾ ആരാധന എന്നുള്ളതിന് രണ്ടാമതൊരു വാക്ക്, ഒരു സിനണിമസ് ടേം, അതേ അർത്ഥത്തിലുള്ള ഒരു വാക്ക് തിരുവെഴുത്തിൽ നമ്മൾ എടുത്താൽ അതിന് പറയാവുന്ന വാക്കാണ് യാഗം. ആരാധന എന്നുള്ളതിന് ഒറ്റ വാക്ക് വേറെ എടുത്താൽ ആ പറയുന്ന വാക്ക് ഏതാണ്? യാഗമെന്നാണ്. യാഗമെന്നാണ്. സ്തോത്രം. മനസ്സിലാകുന്നതിന് വിശ്വസിക്കട്ടെ. എന്നാൽ ഇന്ന് നമ്മളുടെ ഇടയിൽ ആരാധന എന്നുള്ളതിന് ഒരു സിനോണിമസ് ടേം പോലെ പറയുന്ന ഒരു വാക്ക് പ്രൈസ് ആണ്. പ്രൈസ് ആൻഡ് വർഷിപ്പ്.